കഴിഞ്ഞ ദിവസം വെള്ളം കയറിയ റോഡാണ് കേട്ടത്. കുഴപ്പമൊന്നുമില്ല, സാധാരണ ജലദോഷവും പനി തന്നെയല്ലേ. പനിയുണ്ടോ? ഞാന് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള ട്രിപ്പ് ഉണ്ടല്ലോ, എന്റെ വണ്ടിയിലേക്ക് കയറിയ ആള്, ഈ ആളുമായിട്ട് എനിക്ക് കുറച്ച് മുമ്പ് ഒരു ചെറിയൊരു സംസാരിക്കേണ്ട ഇട വന്നിരുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ്. ഞാൻ ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാട്ടോ. സമയം എന്നൊക്കെ പറഞ്ഞാലൊക്കെ 10 മണിയൊക്കെ ആയിട്ടുണ്ടാവുക എന്ന് കരുതുന്നുണ്ട്. ഒന്ന് ചിന്നുവിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. പനിയല്ല, ജലദോഷം, കഫക്കെട്ട്. ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിന്നിട്ട് ഇപ്പം ഉണ്ടായതാണ്. അപ്പോൾ പിന്നെ ഞാൻ കയറാൻ വേണ്ടി നിൽക്കണ്ട, ഇന്നലെ തൊട്ടേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് പോവാന്ന് അറിയില്ല. അയലോക്കത്തോ? എന്ത്? സൂക്കട്ട് അയലോക്കത്തുണ്ടായും പോലെ. എന്തായാലും പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം നമുക്ക്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഒരു ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പോയി നോക്കാം. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വണ്ടി റെഡി, ഞങ്ങളും റെഡി. ലാര്യ തോട്ടിലും പാടത്തൊക്കെ വെള്ളം ഇന്നലത്തെ അതേ സമാനതയിൽ നിൽക്കാട്ടാ. പാടത്തൊക്കെ വെള്ളം ഒരുപാട് വറ്റി. തോട്ടിലുണ്ട് അത്യാവശ്യം വെള്ളം. ഇതിനേക്കാൾ വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ അങ്ങാടി ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് ഓടാൻ വേണ്ടിയിട്ട് പറ്റുമോ? അങ്ങനെ അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്. ഓട്ടോ സ്റ്റാൻഡാണ് ഈ കാണുന്നത്. വണ്ടികളെ കുറവാണ്. മഴ ആയതുകൊണ്ട് ആളുകളും ഉണ്ടാവില്ല വല്ലാതെ ഒന്നും. ആളുകളും കുറവായിരിക്കും. ഇന്നലെ ഒന്നും അങ്ങാടിയിൽ ആളെന്നെ അല്ലായിരുന്നു. പിന്നെ സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് ഞങ്ങളുടെ ബസ് സ്റ്റാൻഡാണ്. ബസ്സുകളൊക്കെ ഉണ്ട്. ആളുകളുണ്ടോ? ആളുകളും ഇല്ലായികല്ല. എല്ലാവരും ആ ഒരു സെന്ററിലുള്ള ഈ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് ഒതുങ്ങിക്കൂടെ. മഴയല്ലേ, പുറത്തേക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. പോട്ടെ. അപ്പൊ ഞാൻ അവരെ ക്ലിനിക്കിൽ ഇറക്കിയിട്ട് ഞാൻ സ്റ്റാൻഡിലേക്ക് പോവാണ്. നമ്മൾക്ക് ഒരു ലോക്കൽ കിട്ടുമ്പോഴത്തേനൊക്കെ അവരത് കഴിയും. എന്നാലും അതൊക്കെ കിട്ടിയാലോ ഒരു ലോക്കല്. ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടില്ല. നമുക്ക് കഴിഞ്ഞിട്ടും കിട്ടിയിട്ടാ സ്റ്റാൻഡ് കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത്. അപ്പത്തേനും നമുക്കൊരു 30 രൂപയുടെ ഒരു ലോക്കൽ കിട്ടിയിട്ടുണ്ട്. അയ്യോ. അപ്പൊ ഇനി സ്റ്റാൻഡിലേക്ക് തന്നെ. അപ്പൊ ഞാൻ സാധാരണ കാക്കി ഇടാതെ ഇങ്ങനെ ഓടുന്ന ദിവസം വരുന്ന ഒരു കമന്റാണ്, കാക്കിയിട്ട് ഓടണം എന്നുള്ളത്. ശരിയാണ്, കാക്കിയിട്ട് ഓടണം. പക്ഷേ ഈ കാക്കി എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ യൂണിഫോം ഓട്ടോക്കാർക്ക് മാത്രമല്ല, ടാക്സിക്കാർക്കെല്ലാം. അപ്പൊ കാക്കി ഉപയോഗിക്കുന്ന ഒരുപാട് ടാക്സി ഡ്രൈവർമാരുണ്ട്, ഉപയോഗിക്കാത്തവരുണ്ട്. ഞാൻ ഒട്ടുമിക്ക ദിവസവും ഞാൻ കാക്കി ഉപയോഗിക്കാതെ ഞാൻ അങ്ങനെ ഓടിക്കാറില്ല. പക്ഷെ ഇതിന് പിന്നെ നനഞ്ഞ് മഴ ആയതുകൊണ്ട് ഉണങ്ങി കിട്ടണ്ടേ ചെങ്ങന്മാരെ കാക്കിയൊക്കെ. അതുകൊണ്ടാണെന്ന് കാക്കില്ലാത്തത്. എന്നാലും കാക്കി ഷർട്ട് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെങ്കിൽ അതിന് ചെറിയൊരു കീറലുണ്ട്. അതങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂല. എന്ന് ഉപയോഗിക്കുകയും ചെയ്യാം, ചെറിയ കീറല. പിന്നുള്ള 2 കാക്കി, ആ 2 കാക്കിയും നനഞ്ഞിടക്കാം. അതുകൊണ്ടാണ് കാക്കില്ലാത്തത്. കുഴപ്പമില്ല. ഇനിയിപ്പോ ആ ഷർട്ട് ഇടണമെങ്കിൽ ഇടാട്ടാ, ഇടുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇടുകയൊക്കെ ചെയ്യും. ഇതിന്റെ മേലെ കൂടെ ആവുമ്പോ പ്രശ്നമല്ല. എന്തായാലും ഇടണം, കുറച്ച് കഴിയട്ടെ. ഞാൻ അവരോട് കൊണ്ടാക്കിയിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് ഓടാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോ ഇടണം. ലൈനിലേക്ക് ഇങ്ങനെ കയറാണ്. ലൈനിൽ നേരത്തെ കൊണ്ടുവന്ന് നിർത്തപ്പോ വണ്ടി ഇല്ലായിരുന്നു. ഇപ്പോഴേക്ക് വണ്ടി പോയി. ഒരു കാറുണ്ട്. അത് മാറ്റിക്കേ നിർബന്ധമാണ്, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒരു മാറ്റുന്നില്ല. നമ്മൾക്ക് എന്താ വെച്ചാല് മറച്ചിടണം. 2 ഓണൊക്കെ അടിച്ചു കൊടുക്കും. മാറ്റിക്കാൻ നമുക്ക് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല. പിന്നെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എന്തിനാ മാറ്റിക്കണം എന്ന് ചോദിക്കുന്നത്, നിങ്ങൾക്ക് മാത്രം നിർത്താൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾക്കൊരു നിശ്ചിത സ്ഥലം അനുവദിച്ചതാണുള്ളത് പഞ്ചായത്ത്, ഇവിടെ വണ്ടി ഇട്ട് ഓടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാറും കൊണ്ടൊക്കെ വരുന്നവർക്ക് കൊണ്ട് അപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടാവും. 6 സൈഡ്. അപ്പോൾ ആ കാറ് നിർത്തിയ ആ ഒരു ഏരിയക്കൊക്കെ, ആ ഭാഗങ്ങളിലൊക്കെ വണ്ടി ഇഷ്ടം പോലെ നിർത്താം. നമ്മൾക്ക് അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്താൻ വേണ്ടി പറ്റില്ല. നമുക്ക് ഓട്ടം കിട്ടണമെങ്കിലും
നമ്മൾക്ക് ഇതിന്റെ ഒരു സ്ഥിരമാറ്റം നമ്മൾ നിർത്തുകയാണ്. അപ്പൊ പിന്നെ നമ്മൾക്ക് അനുഭവിച്ചിട്ടുള്ള സ്ഥലം ഇതായതുകൊണ്ട് നമ്മൾ ഇവിടെ, അതുകൊണ്ടാണ് ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് മറ്റുള്ള വാഹനങ്ങൾ നിർത്തുമ്പോഴേക്ക് ഡ്രൈവർമാർ പറയണത് നമ്മൾക്ക് എവിടെ ഇട്ടാലും ഓട്ടം കിട്ടുന്നില്ല, ഓട്ടോ ലൈനിൽ ഇടുമ്പോഴാണ് കൃത്യമായ രീതിയിൽ ഓട്ടം കിട്ടുക. കഴിഞ്ഞ ദിവസം വെള്ളം കയറിയ റോഡാണ് കേട്ടത്. ആ ഒരു തോട് കഴിഞ്ഞു. ഈ ഒരു ഭാഗത്ത് മാത്രം റോഡിന്റെ പണി കയറാറില്ല, ചെറിയൊരു ഭാഗമാണ്. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ പണി കയറുന്നിട്ടുണ്ട്. ഇത് ഈ റോഡ് ഇങ്ങനെ ആവാൻ കാരണത്തിന് മുമ്പത്തെ മഴക്കാലത്ത് കഴിഞ്ഞ വർഷം വെള്ളം കയറിയിട്ടാണ് ഈ റോഡ് ഇങ്ങനെ ആയത്. അതിനുശേഷം പിന്നെ ഇപ്പൊ ചെയ്ത റോഡാണത്. ഇത് കോൺക്രീറ്റാണ്, കാരണം ഒറ്റയടിക്ക് കംപ്ലൈന്റ് ചെയ്യില്ല. ഇതിന്റെ അരുവിലെ കണ്ടങ്ങൾ പുല്ലൊക്കെ ആ ഒരു ഭാഗത്തേക്ക് പോയി റോഡ് 4 സൈഡ് ഫുള്ളായിട്ട് ക്ലീൻ ആയി. അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു പൊന്തയും കാടൊക്കെ അങ്ങനത്തെ നിൽക്കും, റൈറ്റ് സൈഡ് ഫുള്ള് ക്ലീൻ ആയി. ഇപ്പൊ നമ്മൾ കാണുകയാണെങ്കിൽ ഈ ഒരു പാടൊക്കെ ഫുള്ള് വെള്ളം കയറി കിടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഈ റോഡ് മറയുന്ന ഒരു കാഴ്ചയൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നത്. ഇപ്പോഴും മഴ തുടർന്നുകൊണ്ട് തന്നെയാണ്. മഴ പെയ്യുന്നുണ്ട്, ഇപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്, ചാറി പെയ്യുന്നുണ്ട്. അതാ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. പുല്ലൊക്കെ ഇങ്ങനെ മാറിയിരിക്കണം. ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ലോക്കൽ പോകണ്ട, ഒരു 40 രൂപയുടെ ട്രിപ്പ്. കാരണം മൊത്തം നമ്മൾ 70 രൂപയ്ക്ക് ഓടിയിട്ടാ. ചെങ്ങന്മാരപ്പോ ഓരത് കഴിഞ്ഞിക്കണ്, ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ. കാരണം അവിടെ കുറച്ച് കുണ്ടും കുഴിയാ പോകണ വഴിയില്. അപ്പൊ അതിൽ ഓട്ടോറിക്ഷയിലാവുമ്പോഴേക്ക് ഇടങ്ങാറാണ്, അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിച്ച് അങ്ങനെ പോകണം നമ്മൾ. അവിടെ നിൽക്കുന്നുണ്ട്. അഭിതയുണ്ട്. മഴ ഇല്ല കേട്ടോ, അപ്പൊ മഴ കുറവാ. വരൂ. എന്താ പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ല, സാധാരണ ജലദോഷവും പനി തന്നെയല്ലേ. പനിയുണ്ടോ? പനിയില്ല, ജലദോഷവും ചുമയും. ഓല വീട്ടിൽ കൊണ്ട് ഇറക്കിയിട്ട് നേരെ ലൈനിൽ കയറിയിരിക്കും. അപ്പൊ സമയം എന്ന് പറയുന്നത് 10:48 ആയിട്ടില്ല, 10 നമ്മളൊരു 100 രൂപയ്ക്ക് കൂടിയില്ലേ? 100 രൂപയ്ക്ക് കൂടി, 100 120 രൂപയ്ക്ക് കൂടി നമ്മൾക്ക്. ചെങ്ങന്മാരെ സമയം 12 മണിയായിട്ടാ. 1-2 ലോക്കലുകളൊക്കെ പോയി. മൊത്തത്തിൽ ലോക്കലുകളുടെ കളിയാണ്. വണ്ടി കുറവുണ്ട് തന്നെ ഉള്ളൂ, വണ്ടി സ്റ്റാൻഡിൽ കുറവാണ്. പക്ഷേങ്കിൽ അതിനുള്ളൊരു ഓട്ടമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം വെള്ളം കൂടിയിട്ട് ചെക്കന്മാർ ചാടി കുളിച്ചിരുന്ന ഏരിയ ആട്ടത്. നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്നാണ്ട് വീഡിയോ എടുത്തിരുന്നു. ചെക്കന്മാർ ചാടുന്നത് ട്യൂബിലൊക്കെ, ഈ ഒരു പാടത്തേക്കൊക്കെ ആയിരുന്നു അവർ ട്യൂബൊക്കെ ഇട്ട് പോയിരുന്നത്. ഇന്നത്തെ ഒരു അവസ്ഥ വന്നാല് ഫുള്ളായിട്ട് വെള്ളം വലിഞ്ഞ് എന്താ പറയാ, പഴയ ആ ഒരു വ്യൂവിലേക്ക് തന്നെ വന്നു. ആ പച്ചപ്പൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങി. പക്ഷെങ്കിലും മഴ പെയ്യുന്നുണ്ട് ഇവിടെ, വലിയൊരു പെയ്ത്തില്ല, ഇങ്ങനെ ചാറി പെയ്യാൻ. നേരത്തെ പറഞ്ഞ പോലെ സമയം 12:50 അപ്പോ നാട്ടിലേക്ക് വന്നത്, വീടിന്റെ അടുത്തേക്ക് വന്നത്. ഇനി വീട്ടിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോവാം എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റേ ഇനിയിപ്പോ നമ്മള് ഒരു ലോക്കലും കൂടി എടുത്ത് വരുമ്പോഴേക്ക് 2 മണിയാവും. ഇത് ഞാൻ 12 മണിക്കൊക്കെ 12:15 ഒക്കെ ഞാൻ ലൈനിൽ കയറിയതാണ്. എന്നിട്ട് ഇപ്പോഴൊക്കെ ഒരു ലോക്കൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതുവഴി അങ്ങനെ ലെഫ്റ്റ് പിടിച്ച് കയറി കഴിഞ്ഞാല് നമ്മളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് പറ്റും. ഇതാണ് നമ്മളുടെ ഗറ്. വെറുതെ ഓരോരോ നിസ്സാര കാര്യങ്ങൾക്ക് കുറുമ്പാട്ടും. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ച് ഞാൻ കാണിച്ചില്ലല്ലേ, ഞാൻ മറന്നു. ഞാൻ 6-ാം തമ്പുരാണ്ടായിരുന്നു, അത് കണ്ടാണ്ട് മറന്നു. ഓളെ കൊഞ്ചെല്ലാം എന്നാലേ പരിപാടി നടക്കില്ല. ഇപ്പം മഴയൊന്നും ഇല്ല കേട്ടോ. മഴ പൂർണ്ണമായിട്ടും ഇന്നത്തെ ദിവസം നല്ല ആക്കുണ്ട്. അപ്പൊ ചെങ്ങന്മാരെ സമയം 2:12 കേട്ടോ. 2:12 ആയിട്ടുണ്ട്. അങ്ങ് ദൂരെ ഒരു മല കാണുന്നുണ്ട് നിങ്ങൾക്ക്. ആ ഒരു മലയിൽ നമ്മൾ ഒരു പ്രാവശ്യം ക്യാമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ക്യാമ്പ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്, പക്ഷേ എങ്കിൽ കാലാവസ്ഥ അങ്ങോട്ട് ക്ലിയർ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ്. മലയുടെ മേലേക്ക് ആകുമ്പോഴേ വല്ല പൊട്ടലും ചീറ്റലും ഉണ്ടായി കഴിഞ്ഞാൽ നടന്നു പോരേണ്ടി വരില്ല. അവിടെ നിന്ന് പിന്നെ ആരുടെ കയറ്റി കൊണ്ടുവന്നത്. പിന്നെ പുഴക്കരയും പിന്നെ തന്നെ ഈ മഴ അങ്ങനെ പെയ്തിട്ട് വെള്ളം നല്ല കൂടുതലല്ല. അപ്പൊ ഞാനിപ്പോ ഒരു ലോക്കൽ പോകണ്ട, ഞാൻ ആ സ്ഥലം കണ്ടപ്പോ ഒന്ന് പറഞ്ഞു തന്നത്. ഒരു ലോക്കൽ ഉച്ചക്ക് 1:25 ഞാൻ പ്ലെയിനിക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ 2:15 നമുക്ക് 2:12, 2:10 ആയിരിക്കും നമുക്ക് ഈ ഒരു ട്രിപ്പ് കിട്ടുന്നത്. മൊത്തത്തില് വളരെയധികം മോശാവസ്ഥയാണ്. മോശാവസ്ഥ എന്ന് പറയുമ്പോൾ അങ്ങാടിയിൽ ആളുകളില്ല, വളരെയധികം വിജനമായിട്ട് കിടക്കുക. അങ്ങാടി ആളുകളൊന്നും പുറത്തേക്ക് ഇറങ്ങാത്തൊരു
സ്ഥിതിഗതിയായി. ഇനിയിപ്പോ ഒന്ന് കാലാവസ്ഥയൊക്കെ ഒന്ന് നല്ല രീതിയിൽ മെച്ചപ്പെട്ട് നിൽക്കണം. അപ്പോൾ ആളുകളൊക്കെ ഇറങ്ങുള്ളൂ, പർച്ചേസിംഗ് ഒക്കെ വരുള്ളൂ. പിന്നെ ഓണൊക്കെ ആവാറായില്ലേ. ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്കിവിടെ സീസൺ ഒന്നല്ല. ഓണം എന്ന് പറയുന്നത് സീസൺ അല്ല. നമുക്കിവിടെ പെരുന്നാൾ മാത്രമേ സീസണുള്ളൂ. ക്രിസ്മസ്, ഓണം അതൊന്നും നമുക്ക് ഇവിടെ, വിഷു ഒന്നും നമുക്കിവിടെ സീസൺ അല്ല. നമുക്ക് പെരുന്നാള്, അത് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും നമുക്ക് സീസണാണ്. മഴയല്ലോ ഇരിക്കേന്. പക്ഷെങ്കിൽ ഇപ്പൊ പെയ്ത്ത് ഒരു 1.5 പെയ്ത്തായി. അടിച്ചാ പൊളിച്ച പെയ്ത്തായി. കാറ്റില്ല, അതുകൊണ്ട് തന്നെ എന്താ വെച്ചാല് കാറ്റുണ്ട്. എല്ലാം എറണപ്പടെ വന്നേക്കാലേ പേരിൻ്റെക്ക് വലിയ തുള്ളിയാ ഉണ്ടാ, വലിയ തുള്ളി. വെട്ടം തന്നെ ഇരുടായി, വെള്ളം കൂടി ആകെ ചീനായി. മക്കളാ ഇങ്ങനെ പെയ്താണ്ട് ചോർന്നാ കുഴപ്പമില്ല. പിന്നെ ഈ ഒരു നേരം വരെ ഒന്നും പെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അത്ര വലിയൊരു വിഷയമല്ല ഈ ഒരു പെയ്ത്തിന്. പക്ഷെ എന്നാലും വെള്ളം തോട്ടിൽ നിന്നൊന്നും ഒറ്റയടിക്ക് അങ്ങോട്ട് ഇറങ്ങി പോകുന്നില്ല. കാരണം എന്താ അറിയോ, പുഴ ഫുള്ളാണ്. പുഴയിൽ നിന്ന് കക്കൽ തുടങ്ങിയിരിക്കുന്ന വെള്ളം. അപ്പൊ അതിന്റെയൊക്കെ ഒരു തള്ളു ഇങ്ങനെ തോടുകളിലും കാടുകളിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് വെള്ളം പെട്ടെന്ന് ഇറങ്ങി പോവില്ല. നാട്ടിൽ ഫ്രണ്ടിനെ കൊണ്ട് പോന്നതാണ്. ഞാൻ ആ കാണിച്ചു തന്ന മഴ ഉണ്ടല്ലോ, കഴിഞ്ഞ ഷോട്ടിൽ മഴ പെയ്ത് കാണിച്ചു തന്നില്ല, ആ പെയ്തുകൊണ്ട് മഴ തന്നെ കേട്ടത്. പോയതാണ്ട് ഒരു അരമണിക്കൂറിലേറെയൊക്കെ ഇതിങ്ങനെ പെയ്തു. പക്ഷെങ്കിൽ രാവിലെ നമ്മൾ കണ്ടതുപോലെ അല്ല, തോട്ടിലും പാടത്തൊക്കെ വീണ്ടും വെള്ളം പൊന്തി ആ ഒരു പച്ചപ്പൊക്കെ മുങ്ങി തുടങ്ങി. വെള്ളം കയറുന്നുണ്ട്, നല്ല രീതിയിൽ കയറുകയാണ്. മഴ നിസ്സാരല്ല കേട്ടോ, നല്ല പെയ്യണം. എന്താ ചെയ്യാ, പെയ്യണ്ടെന്ന് പറയാൻ ഓവർ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കത് പണി കിട്ടുകയും ചെയ്യും. ചെക്കന്മാര് വല വെക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു പാലത്തിനൊക്കെ വന്നതാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം തന്നെ നമ്മൾ വന്ന് കുട്ടികളെ കൊണ്ടുവന്ന് ചൂണ്ടലിട്ടിരുന്ന സ്ഥലമാണ്. തൊഴിലുറപ്പാർ കാടൊക്കെ വെട്ടിയിട്ട് ഉഷാറാക്കിയിട്ടുണ്ട്. എന്താ വെള്ളമല്ലേ അപ്പൊ നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു വെള്ളം നന്നായിട്ടുണ്ടായിരുന്ന സമയത്ത് വീഡിയോ ഇട്ടപ്പോ ഈ പാടൊക്കെ ഫുള്ള് നിറഞ്ഞിരുന്നു കേട്ടോ. ഈ പച്ചപ്പൊക്കെ ഫുള്ളായിട്ട് നിറഞ്ഞിരുന്നു. സമയം 4 മണി. ഇന്ന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ല ട്രിപ്പ് 120 രൂപയുടെ ട്രിപ്പ്. 120 രൂപ വാടക വരുന്നത് 5.5 കിലോമീറ്റർ ദൂരത്തേക്കാണ് കേട്ടോ. അപ്പൊ 5.5 കിലോമീറ്റർ ദൂരത്തേക്കായിരുന്നു വന്നിരുന്നത്. തിരിച്ചു പോവുകയാണ്. ഏതായാലും ഇന്നത്തെ ദിവസം അത് ഇന്നത്തെ രൂപയ്ക്ക് ഓടി എന്ന് പറയാൻ പോലും പറ്റാത്തൊരു ദിവസമാണ്. മൊത്തത്തിൽ എല്ലാവർക്കും തന്നെ കേട്ടോ അവസ്ഥ. പിന്നെ കുറെയൊക്കെ എപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ഈ ഫോൺ ട്രിപ്പുള്ള ആളുകളാണ്. അതായത് കടകളുടെ ട്രിപ്പ് അല്ലാതെ പിന്നെ ഫോൺ ട്രിപ്പായിട്ട് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന അങ്ങനത്തെ ആളുകൾക്ക് മാത്രമേ ഇപ്പോൾ ട്രിപ്പ് കാര്യം വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകണുള്ളൂ. പക്ഷേങ്കിൽ അവരും തന്നെ പറയൽ തുടങ്ങി ഇപ്പൊ പഴയ പോലെ ഒന്നും ഇല്ല. പക്ഷേങ്കിൽ ഇവർക്ക് ഫോൺ ട്രിപ്പ് മാത്രം ഓടി ശീലമായിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചു ചോദിച്ചവർക്ക് മടിയായി. അപ്പൊ ഞാൻ പറഞ്ഞത് അവർക്ക് മടി എന്ന് പറയാൻ കാരണം അവരിപ്പോ ഫോൺ ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുവാണ്. ഫോൺ ട്രിപ്പ് വന്നിട്ടില്ലെങ്കിലും അവര് സാധാരണ ഇരിക്കുന്ന ഏരിയകളിലൊക്കെ ആയിട്ട് അവര് ലൈനിലേക്ക് വരാതെ അവരിപ്പോ വരും കാരണം അങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ട് ഫോൺ ട്രിപ്പ് സ്ഥിരമായിട്ട് ഓടുന്ന. അപ്പൊ അവര് എന്നോട് പറയാ ഇപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്ത് എവിടെയൊക്കെ ഒരു ഭാഗത്ത് വല്ല വർക്ക്ഷോപ്പിലോ അല്ലാതെ ക്ലബിന്റെ അവിടെ എവിടെയൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ. പക്ഷെ ട്രിപ്പ് ഒന്നും വരുന്നില്ല എന്നുള്ളത്. എന്റെ അഭിപ്രായത്തിൽ ഈ മേഖലയ്ക്കൊന്നും ആരും വരരുത്. ഓട്ടോ പണി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വേറൊരു മാർഗം വേറൊരു ഓപ്ഷനും ഇല്ല എന്നാണെങ്കിൽ മാത്രം, അല്ലെന്നാണെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വരരുത്. ഇതുകൊണ്ട് നിങ്ങൾ ഒന്നും നേടൂല. ഇതിലുള്ളൊരു സംഭവം എന്താ വെച്ചാല് പട്ടിണി കൂടാതെ അന്നുള്ളത് കഴിഞ്ഞു പോകും. ഒരു എമർജൻസി കേസ് വന്നാല് നിങ്ങൾക്ക് ഇനി ഹോസ്പിറ്റൽ പരമായിട്ടോ അല്ലാതെ വേറെന്താ, ഹോസ്പിറ്റലാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ അപ്രതീക്ഷിത അതിഥി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മൾ ആട്ടമുട്ടും. അതിന്റെ ഇടയിൽ കൂടെ വണ്ടിന്റെ അടവ്, ലോണ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ആകെ ലോക്കോ അതൊന്നും ഇതുമെന്ന് കിട്ടിയിട്ട് പേരൂല നമ്മള് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടക്കിടക്ക് പറയാറുണ്ട് ഈ മേഖലയിലേക്ക് വല്ലാതെ ആരും വരരുത്. എന്നാ പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പണി ഉണ്ട്, ഒരു സൈഡായിട്ട് ഇതിങ്ങനെ പറ്റും. അതിന് പറ്റിയ പണിയത്. വണ്ടി തള്ളിയോണ്ട് നിൽക്കുക. വണ്ടി പോകുന്നുണ്ട്. സമയം 4:23 ആഹാ, മഴയൊക്കെ പോയി നല്ല കാലാവസ്ഥ, അടിച്ചാ പൊളിച്ച കാലാവസ്ഥ. 5:20 സമയം. പക്ഷേ ഈ ഒരു നേരമൊക്കെ ആയപ്പോ ഇതിന് പൂർണ്ണമായിട്ടും മഴയുടെ ആ ഒരു എല്ലാവിധ ഭാവം പോയിട്ടാ. മഴ ഇല്ല. ഒരു നേരമായപ്പോഴേക്ക് ഈ നേരമായപ്പോഴേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ മഴ കാണിച്ചിട്ട് പിന്നെ മഴ ഉണ്ടായിട്ടില്ല. അങ്ങനെ മഴയില്ലാതെ നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്.
നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ചൂണ്ടിലിടാൻ പോലും പറ്റാത്ത ടൈമാണ്. വെള്ളം കൂടുതലാണ്. ഇതാണ് നമുക്ക് ചൂണ്ടയിട്ടൊക്കെ മീൻ പിടിക്കാറ്. ഓട്ടല്ലാതെ വെറുതെ സ്റ്റാൻഡിൽ ഇരിക്കുക. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ലോക്കല് കിട്ടുന്നത്. വെറുതെ ഇരിക്കുകയാണ്. അവനെ ചടക്കാം. അവന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഓണാക്കിയാലോന്ന് കരുതും. ഓണാക്കാൻ പറ്റിയ സാഹചര്യം അല്ലടേ. ഓണാക്കുക പറഞ്ഞാൽ മീൻ പിടുത്തോ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവാം. സിനിമയ്ക്ക് പോകാൻ ഒറ്റയ്ക്കായതുകൊണ്ടൊരു റെഗ് പോലെ. മീൻ പിടുത്തം പിന്നെ ഒറ്റയ്ക്കായാലും രസമാണ്. അപ്പൊ ഒരു പരിപാടി നടക്കാത്തതുകൊണ്ട് ഞാൻ നേരെ ലൈനിൽ തന്നെ. സമയം 6:15. മുന്നിലുണ്ട് ഫസ്റ്റ് ഗ്യാപ്പ് വണ്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. ആരെങ്കിലൊക്കെ വന്നൊരു ലോക്കൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു ലോക്കൽ എടുത്തുട്ടോ. ഒക്കെ ലോക്കലുകളാണ്. പറയത്തക്ക വിധത്തിലുള്ള ഒരു കാര്യപ്പെട്ട ഒരു സാധനം നമുക്ക് കിട്ടണില്ല. ഈ ഒരു നേരത്തെ നമുക്ക് വല്ല ഭാഗ്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ആരിലൊക്കെ ഇറങ്ങി വരും, നമ്മൾക്ക് തരും, നമ്മളെ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ലോക്കലെങ്കിൽ ലോക്കല് അല്ലേ. ഇതിന്റെ ബാക്കത്തെ വണ്ടി ഇന്ന മാന്തി തിരിഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ് ട്രിപ്പ് എടുക്കാൻ. മാന്ത എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ട് വേറെ വിഷയമുണ്ട്, നമുക്കൊരു ട്രിപ്പ് ഉണ്ട്. ഞാന് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള ട്രിപ്പ് ഉണ്ടല്ലോ, എന്റെ വണ്ടിയിലേക്ക് കയറിയ ആള്, ഈ ആളുമായിട്ട് എനിക്ക് കുറച്ച് മുമ്പ് ഒരു ചെറിയൊരു സംസാരിക്കേണ്ട ഇട വന്നിരുന്നു. സംസാരിക്കേണ്ട ഇടന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്ന സമയത്ത് 30 രൂപയാണ് ഇങ്ങോട്ടേക്ക് വരുന്ന ചാർജ്. ലോക്കലാ 30 രൂപ. 1 കിലോമീറ്റർ വരുന്നുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞ എത്ര ചോദിക്കല്ല, മൂപ്പർക്ക് തന്നെ അറിയാം. മൂപ്പര് എനിക്ക് 30 രൂപ തന്നു. പക്ഷെ അതിൽ 20ന്റെ നോട്ട് കീറിയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ട്, വെള്ള ഇൻസുലേഷൻ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് പോകൂല. അപ്പൊ എന്നോട് മൂപ്പര് അറിയതൊക്കെ പമ്പിലൊക്കെ കൊടുത്താൽ പോകില്ലേ എന്ന് പറഞ്ഞു. പമ്പിൽ കൊടുത്താൽ പോകില്ല എന്നുള്ളതല്ലല്ലോ എൻ്റെ ഒരു കാര്യം. നമ്മൾക്ക് നിങ്ങൾ നോട്ട് മാറ്റി തരണം എന്നുള്ളതാണല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ ശരി പറഞ്ഞാണ്ട് എനിക്ക് പുള്ളി വേറെ നോട്ട് തന്നു. പുള്ളിയുടെ കയ്യിൽ 100ന്റെയും 200ന്റെയും ഒക്കെ നോട്ടുകളുണ്ട്. പക്ഷെ പുള്ളി എനിക്ക് 50 രൂപ 500 രൂപ തന്നു. 500 രൂപ എന്നപ്പോ ഞാൻ പറഞ്ഞു, എൻ്റെ ചില്ലറില്ല, നിങ്ങൾ 100ന്റെ നോട്ട് തന്നു കഴിഞ്ഞാല് ഞാൻ അതിന് ചില്ലറുണ്ട്, അല്ലെങ്കിൽ 200 നോട്ട് തന്നാൽ അതിന് ചില്ലറുണ്ട് എന്ന് പറഞ്ഞു. ആ പുള്ളി എന്നോട് പറഞ്ഞു, എന്താ അത് തരാൻ വേണ്ടി പറ്റില്ല, എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് ചില്ലറ, എൻ്റെ കയ്യിൽ ചില്ലറൊക്കെ ആവശ്യമുണ്ട് എനിക്ക്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളിപ്പോ ഈ വന്ന ഈ ഒരു ട്രിപ്പിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഇടപാട് തീർത്തിട്ടല്ലേ ഇനി വരാൻ പോകുന്ന ഇടപാടുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടല്ലോ എന്നല്ലേ. ഈ ട്യൂണൊന്നല്ല കേട്ടാ, രണ്ടാളും നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. പറയുമ്പോൾ 30 രൂപയുടെ കേസുള്ളൂ. പക്ഷേ ഒരു പുള്ളിയുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കിയിട്ട് പോരും. പൈസ ഉണ്ടായിട്ട് നമ്മളോട് അങ്ങനെ പറയുമ്പോഴേക്ക് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോ ഞാനാണെങ്കിൽ ഈ മണിക്കൂറുകളോളം ബാക്കിൽ നിന്ന് തള്ളി മുന്നിലെത്തിയിട്ട് നമ്മൾക്ക് കിട്ടിയൊരു ട്രിപ്പാണ്. എന്തൊക്കെയായാലും ലാസ്റ്റ് മൂപ്പര് അത് മാറ്റി തരാന് മൂപ്പര് നിൽക്കണില്ല, മാറ്റി തരുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെ അതും കൊണ്ട് പോയിക്കോന്ന് പറഞ്ഞോട്. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ പൈസന്റെ കയ്യിൽ തന്നെ അപ്പോഴൊക്കെ അങ്ങനെയാണെങ്കിൽ പൈസ വേണ്ടത് നിങ്ങൾ തന്നെ വെച്ചോളി എന്ന് പറഞ്ഞു. തിരിച്ചു കൊടുത്തപ്പോൾ പുള്ളി വാങ്ങിയില്ല. വാങ്ങാതെ, പ്രായമായ ആളുമാണ്, വാങ്ങാതെ പുള്ളി വീട്ടിലേക്ക് സ്റ്റെപ്പ് കയറി പോവാ. അപ്പൊ ഞാൻ തട്ടി ആ സ്റ്റെപ്പിന്റെ അവിടെ കൊണ്ടുപോയി പൈസ വെച്ചിട്ട് പറഞ്ഞു 30 രൂപ അല്ലേ. ഇതിപ്പോ ഞാൻ അത്ര വലിയ നഷ്ടമായിട്ട് കാണുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ ചെയ്തത് ശരിയല്ല. അതിൽ ഇപ്പൊ 30 എനിക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ വലുത് പോവാതെ സൂക്ഷിച്ചോട്ടോ എന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മറുപടി പറഞ്ഞിട്ട് ഞാനോട് പോകുന്നു. പക്ഷേ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പലവട്ടം അദ്ദേഹത്തെ കൊണ്ടാക്കി. അദ്ദേഹത്തിന് ഞാനാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല. ഇങ്ങനെ സംഭവം നടന്നെന്ന് മൂപ്പർക്ക് അറിയും, പക്ഷെ ഞാനാണെന്നുള്ളത് അറിയില്ല. എന്നിട്ട് എന്നോട് തന്നെ ഒരു ദിവസം പറഞ്ഞു ഇങ്ങനെ ഒരു ഓട്ടോക്കാരന് അങ്ങനെ സംഭവം ഉണ്ടായെന്നൊക്കെ. അതിൽ ഞാൻ പറഞ്ഞു അത് എന്ത് സംഭവമൊക്കെ അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊന്നും വല്ല ചർച്ചക്കുന്നില്ല. പക്ഷെങ്കിൽ എനിക്കിപ്പോഴും അദ്ദേഹത്തോട് ദേഷ്യ കാര്യമൊന്നുമില്ല. അപ്പത്തെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ദേഷ്യം മനസ്സിൽ കൊണ്ടായിരുന്നു ഞാൻ വിളിക്കുമ്പോ പോവാതിരിക്കേ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. ഞാൻ കൃത്യമായിട്ട് മൂപ്പരാണെങ്കിലും ഞാനാണെങ്കിലും വിളിച്ചാൽ നമ്മൾ പോകും. പോയിട്ടുമുണ്ട്. ഇന്ന് ഞാൻ പോയി കൊണ്ടാക്കിയിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയും. ചെങ്ങന്മാരെ സമയം അങ്ങനെ ഏറെക്കുറെ കഴിഞ്ഞ് 7:10 ആയിട്ടുണ്ട്. 7:10 നമ്മളൊരു 40 രൂപയുടെ ട്രിപ്പ് പോകണതാക്കാം. ഒരു 40 രൂപയുടെ ട്രിപ്പ് ഓടി കിട്ടി. അങ്ങനെ നമ്മളിപ്പോ ഓടി നിൽക്കുന്നത് 710 രൂപയ്ക്ക്. നമ്മളിന്ന് കുറച്ച് നേരം വൈകിട്ടാണല്ലോ വരുന്നത്. ഹോസ്പിറ്റലൊക്കെ പോയി അങ്ങനെ കുറച്ച് നേരം വൈകിട്ടാണ്. ഒരു 10 മണി ആ റേഞ്ച് അയക്കണല്ലോ നമ്മൾ ഓട്ടം തുടങ്ങിയപ്പോ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു 7 മണി വരെ നമ്മൾ 700 രൂപ എന്നൊക്കെ പറയുമ്പോൾ മോശമൊന്നും അല്ല. പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഈ ചെറിയ ചെറിയ ട്രിപ്പുകൾ പോയിട്ടാണ് നമുക്ക് ഇതായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. 710 710.
ജയമാരെ വീണ്ടും അങ്ങാടിയിലുണ്ട്. ഓട്ടം നിർത്തിക്കണം. അവിടെ അബിയുണ്ട്. അബിക്ക് ഡ്രസ്സ് എടുക്കണം. അപ്പോൾ ലോയിഡ് അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഓൻ ഡ്രസ്സ് എടുക്കല്ലോ വെച്ച് വിളിക്കുന്നു. വണ്ടികൾ നോക്കിയിട്ട് വില മുറിയാം. അപ്പോൾ പോകുമ്പോഴല്ലേ എടുക്കണേ? എപ്പോഴും എടുക്കണേ? ഒരാഴ്ച കഴിഞ്ഞാൽ പോവല്ലോ. ഒരാഴ്ച എന്താണ് 20-ാം തീയതി 24-ാം തീയതി ടിക്കറ്റ് എടുത്തു. ഓൻ കയറും കേട്ടോ. ഏതായാലും മേലെ കയറി. പരസ്യമൊന്നല്ല കേട്ടാ. ഞാനിവിടെ വന്ന് എടുക്കല്. എനിക്ക് എന്താ അവിടെ ഒരു കിലുക്കം കേൾക്കണേ? കോമര ഉണ്ടോ അവിടെ? കോമര തകർക്കാണല്ലോ. എല്ലാം അങ്ങനെ ഉണ്ട് വെച്ചാൽ അപ്പോൾ കയ്യിൽ നിന്ന് ചാവിടെ ഉണ്ടോ? കാരണം ഉണ്ടതേ എന്താ പറഞ്ഞു. ഓക്കെ. അപ്പോൾ അങ്ങനെ ഓൻ്റെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തി. ഇന്നത്തെ ദിവസം ഞാൻ ഓടിയത് അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഞാൻ പിന്നെ ഓടിയിട്ടില്ല. ഞാൻ പിന്നെ പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നാളെ നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കിട്ടണമെങ്കിൽ അത് ഇല്ലെന്നാണെങ്കിൽ ഓടാം. ഓക്കെ, ബൈ.